സ്വാതി, അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. കലാശക്കൊട്ട് അതിൻ്റെ ആവേശത്തിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊടുപുഴയിലെ NDA സ്ഥാനാർത്ഥികൾ അവർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രകടനം റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിലെ സ്ഥാനാർത്ഥികളാണ് അവരുള്ളത്. വലിയ വിജയപ്രതീക്ഷയിലാണ്. അവർക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രമാണ് തൊടുപുഴ. എങ്ങനെയുണ്ട്? നല്ല പ്രതീക്ഷയിലാണ്. ഉറപ്പായിട്ട് വിജയിക്കുന്ന പ്രതീക്ഷയിലാണ് 4 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ കോലാനി കവലയിൽ ഒരു ഷീറ്റ് ടോയ്ലറ്റ് അത് ഞങ്ങളുടെ ഒരു അവകാശമായിട്ട് തന്നെ ഞങ്ങളത് പറയുകയാണ്. ഒരു ഷീറ്റ് പദ്ധതികൾ പോലും വിഭാവനം ചെയ്തുകൊണ്ടാണ് അവരുള്ളത്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികളും വളരെ നന്നായിരിക്കുന്നു. കാരണം വളരെ ശക്തിയോടുകൂടി തന്നെയാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ഏരിയയിൽ, അതായത് കോലാനി ഏരിയയിൽ വളരെ നല്ല ഒരു പ്രകടനമാണ് ഇന്ന് ഈ സമയത്ത് BJP കാഴ്ചവെച്ചിരിക്കുന്നത്. ജനങ്ങളത് അംഗീകരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. നഗരസഭയിൽ ഇത്തവണ സീറ്റ് മെച്ചപ്പെടുത്താൻ കഴിയുമോ? ഉറപ്പായിട്ട് കിട്ടും അത്രേ ഉള്ളൂ. വലിയ ആത്മവിശ്വാസത്തിലാണ് NDAയുടെ സ്ഥാനാർത്ഥികൾ ഉള്ളത്. തൊടുപുഴ നഗരസഭ അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ പ്രദേശത്ത് കൂടുതൽ സീറ്റുകൾ അവർക്ക് ഉറപ്പിക്കാനാകുമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമായി അവർ പറയുന്നത്. പല സ്ഥാനാർത്ഥികളുമുണ്ട് ഇവിടെ. യുവാക്കളായിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് ഇത്തവണ പ്രകടനം? എങ്ങനെയുണ്ടാവും? ഇത്തവണ BJPക്ക് ഭയങ്കര പ്രതീക്ഷയോടെയാണ് BJP തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞാൻ മത്സരിക്കുന്നത് 17ാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റി BTM സ്കൂളാണ്. അവിടെ BJPക്ക് ഇതുവരെ യാതൊരു സംവിധാനമില്ലാത്ത വാർഡാണ്. പക്ഷേ പാർട്ടി എന്നോട് നിയോഗിച്ചു, മത്സരിക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്യുന്നു. വലിയ ആത്മവിശ്വാസം അവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഏതായാലും ഇത്തവണ കൂടുതൽ സീറ്റ് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെയും NDAയുടെയും ആത്മവിശ്വാസം.